പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ് പൊതുപരീക്ഷ ദുറൂസുൽ ഇഹ്സാൻ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ രൂപത്തിലാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന നല്ലൊരു വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ചോദ്യപേപ്പറുകളിൽ പല ചോദ്യങ്ങളും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ പ്രത്യേകിച്ച് നോട്ട് ചെയ്യണമെങ്കിലും മനസ്സിലാക്കണമെങ്കിലും ഈ വീഡിയോ മുഴുവനായി തന്നെ കാണണം. ഇൻഷാ അള്ളാഹ് ഇത്തരത്തിൽ ഇനിയും നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനമായ സബ്സ്ക്രൈബ് കൂടെ ഉണ്ടാവണമെന്നറിയിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തത് നൂസിലു ബിമാ യുനാസിബോ. ചോദ്യങ്ങൾക്ക് യോജിച്ചവ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് യോജിപ്പിക്കാനാണ്. ഒന്നാമത്തത് കഫാ ലിൽ ഇൻസാനി ആയത്തൻ ബാഹിറത്തൻ. പ്രകടമായ ദൃഷ്ടാന്തമായി മനുഷ്യർക്ക് മതി. എന്തു മതി? നഫ്സുഹു, അവരുടെ ശരീരം തന്നെ ഒരു അത്ഭുതമാണ്. അവരുടെ ആ ശരീരം തന്നെ വലിയ ആയത്തായി ദൃഷ്ടാന്തമായി അവർക്കത് മതി. 2. ഇഖ്റാജുൻ നാഖത്തി മിൻ സഖ്റത്തിൻ മുഅ്ജിസത്തു. ഒട്ടകത്തിനെ പുറപ്പെടുവിക്കുക, അതും പാറയിൽ നിന്ന്. ആരുടെ മുഅ്ജിസത്താണത്? സോലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുഅ്ജിസത്താണ് പാറയിൽ നിന്ന് ഒട്ടകത്തിന് പുറപ്പെടുവിച്ചത്. 3. കാന ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു യുബ്രിഉ, മാറ്റിക്കൊടുത്തിരുന്നു, ഷിഫയാക്കിയിരുന്നു, അൽ അക്മ, അന്ധതയെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചികിത്സിച്ച് ഭേദമാക്കിയിരുന്നു. 4. അൽ ഖാദിയാനിയത്തു. ഈ ഖാദിയാനികൾ കാഫിറൂന, അവർ നമ്മുടെ വിശ്വാസപ്രകാരം കാഫിരികളാണ്, അവിശ്വാസികളാണ് അവർ. 5. അൽ മർഉ അലാ ദീനി ഖലീലിഹി. അൽ മർഉ മനുഷ്യൻ, അലാ ദീനി ഖലീലിഹി അവൻ്റെ കൂടെയുള്ളവൻ്റെ സുഹൃത്തിൻ്റെ ഉറ്റമിത്രത്തിൻ്റെ ദീനിൻ്റെ മേലിലാണ്. അവിടെ ദീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ്റെ വഴി ഏതാണോ അതിൽ തന്നെ ആയിരിക്കും, അവൻ്റെ കൂട്ടുകാരൻ്റെ അതേ വഴിയിൽ തന്നെ ആയിരിക്കും അവനും എന്നർത്ഥമാണ്. 2. നുമയ്യിസു സവാബ ബിഹാദിഹി. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് നേരെയുള്ളതിൽ നിന്ന് ശരിയായതിന് ശരി കൊണ്ട് അടയാളപ്പെടുത്തുക. 1. ഇന്ന അവ്വലമാ ഖലഖല്ലാഹു. അള്ളാഹു ആദ്യം പടച്ചത് അൽ കലമു, കലമാണ്. കലമെന്ന് പറഞ്ഞാൽ പേന എന്ന് മാത്രമല്ല അർത്ഥം. അള്ളാഹുവിൻ്റെ പല നിലക്കുള്ള വിശേഷണങ്ങൾ ഉൾപ്പെട്ട ഒരു വസ്തുവാണ് കലം. കലമിനോട് സാദൃശ്യമുള്ളത് കൊണ്ട് പേന എന്ന അർത്ഥം വരുന്ന കലമിൻ്റെ പേര് വെച്ചു എന്നേ ഉള്ളൂ. 2. അൽ മുങ്കിറൂനലിൽ കതിരി. കതിറിനെ എതിർക്കുന്ന ആളുകൾ ആരാണ്? കദരിയത്താണ്. അള്ളാഹുവിൻ്റെ കതിർ കലായിനെ എതിർക്കുന്നവർ കദരിയാക്കളാണ്. 3. അൽ അക്ലു വ ഷുറുബു ബി ഷിമാലി. ഇടത്തെ കൈ കൊണ്ട് ഭക്ഷിക്കുക, കുടിക്കുക എന്നുള്ളത് മിൻ ഷീമത്തി ഷെയ്ത്വാൻ, ഷെയ്ത്വാനിൻ്റെ പ്രവൃത്തിയിൽ, ശീലത്തിൽ പെട്ടതാണ്. 4. യശ്ഫൗ യൗമൽ ഖിയാമത്തി. ഖിയാമത്ത് നാളിൽ ഷഫാഅത്ത് ചെയ്യും. സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ. അതാണ് 3 എന്നതാണ് അതിനോട് യോജിച്ചത്. ഇനി അടുത്ത 3. നുജീബു, ഉത്തരം എഴുതാനാണ്. അഷ്ഷഫാഅത്തുൽ ഉളുമ ലിമൻ ഹിയ. ഷഫാഅത്തുൽ ഉളുമ ആർക്കുള്ളതാണ്? ലി അഹ്ലിൽ മൗഖിഫ്, മൗഖിഫിൻ്റെ ആളുകൾക്കുള്ളതാണ് ഷഫാഅത്തുൽ ഉളുമ. 2. യമുദ്ദു സിറാത്തു അലാമ. സിറാത്ത് പാലം ഏതുവരെ നീളും? അലാ മത്തിനി ജഹന്നം, ജഹന്നമിൻ്റെ മത്തിന് വരെ അത് നീളും. 3. കൈഫ യുബഅസുൽ മുത്തക്കബ്ബിറൂന. മുത്തക്കബ്ബിരീങ്ങളായ അഹങ്കാരികളായ ആളുകളെ എങ്ങനെയാണ് പുനർജീവിപ്പിക്കുക? ഫി സുവരി ദരി തതഊഹുമുൻ നാസു ബിയക്ദാമിഹിം. ചെറിയ അണുകണങ്ങളെപ്പോലെ, ഉറുമ്പുകൾക്ക് സമാനമായ ചെറിയ വസ്തുക്കളെപ്പോലെ ആക്കി ജനങ്ങൾ അവരുടെ കാൽപാദങ്ങൾ കൊണ്ട് അവരുടെ മേലെ ചവിട്ടി മതിക്കും. ഇതാണ് അഹങ്കാരികൾക്കുള്ള പുനർജീവനത്തിൻ്റെ അവസ്ഥ. 4. കം സനത്തൻ തതവാലത്തിൽ ഹുറൂബ് ബൈന ഔസ് വൽ ഖസ്റജ്. ഔസ് ഖസ്റജിൻ ഗോത്രത്തിൻ്റെ ഇടയിൽ എത്ര വർഷം യുദ്ധം നീണ്ടു നിന്നു? 120 സന, ഏകദേശം 120ഓളം വർഷം. പിന്നെ 5. ഹദഫുന ബിൽ അക്കിലി ബഷുറുബി മാഹുമ. ഈ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്? അത്തഖവി അല ത്വാഅത്തി.
അള്ളാഹുവിനിക്ക് ഇബാദത്ത് എടുക്കുന്നതിൻ്റെ മേലിൽ ശക്തി പ്രാപിക്കുക, ഖുവ്വത്തുണ്ടാക്കിയെടുക്കുക എന്നതാണ്. ആറാമത്തത് മൻ അസ്ഖൻ നാസി കുല്ലിഹിം നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉദാരമതിയായ സഹായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തി ആരാണ്? നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളാണ്. 7 അസ്സഖാ യുക്കരിബുന ഇലാമ. ഈ സഖാ നമ്മളെ എങ്ങോട്ട്, ഉദാരശീലത നമ്മളെ എങ്ങോട്ട് അടുപ്പിക്കും? ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. വൈലൽ ജന്നത്തി, ഈ സ്വർഗത്തിലേക്ക് അടുപ്പിക്കും. വൈലന്നാസി, ജനങ്ങളിലേക്ക് അടുപ്പിക്കും. ജനങ്ങൾക്ക് കിട്ടുമ്പോൾ ജനങ്ങൾ അടുക്കും. അത് കാരണം നമ്മുടെ തെക്കുവ അനുസരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കും. അള്ളാഹുവിലേക്ക് അടുത്ത കാരണം സ്വർഗത്തിലേക്ക് അടുക്കും. 8ാമത്തത് മത്താ ഖലഖല്ലാഹു മഖാദിറൽ ഖലായിക്ക്. സൃഷ്ടികളുടെ കണക്കുകളെ അള്ളാഹു എപ്പോഴാണ് സൃഷ്ടിച്ചത്? ഖബൽ അൻ യഖ്ലുഖ സമാവാതി വൽ അർളി ബി 50 അൽഫ സന. ആകാശഭൂമികളെ പടക്കുന്നതിൻ്റെ 50,000 വർഷം മുന്നേ കണക്കുകളെ അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുണ്ട്, സൃഷ്ടികൾക്ക് കണക്കാക്കിയ വിഷയങ്ങൾ. അടുത്ത ചോദ്യം നുബയ്യിനു, വ്യക്തമാക്കാനാണ്. അതിലൊന്ന് അൽ ഹിസാബുൽ യസീറു, നേരിയ വിചാരണ. അള്ളാഹു ചെയ്യുന്ന ഏറ്റവും ലഘുവായ വിചാരണ എങ്ങനെയാണ്? അർലുൽ അഅമാൽ അലൽ മുഅ്മിൻ ഫയുകരിബുഹ വയഗ്ഫിറുല്ലാഹു ലഹു. അള്ളാഹു താല അവനോട് പറയും, ഇതൊക്കെയാണ് കേട്ടോ നീ ചെയ്ത സൽപ്രവർത്തികൾ എന്ന് അവനിക്ക് അള്ളാഹു വെളിവാക്കി കൊടുക്കുകയും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയും അള്ളാഹു താല അവനിക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. ചെറിയ പാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അള്ളാഹു പുറത്തു കൊടുക്കും. നീ ചെയ്ത സൽപ്രവർത്തികൾ ഇതൊക്കെയാണ് കേട്ടോ, നീ ചെയ്ത തിന്മകൾ ഇതൊക്കെയാണ് കേട്ടോ എന്ന് കാണിച്ചു കൊടുക്കുക. അവനിക്ക് അള്ളാഹുവിലേക്ക് അവൻ അടുപ്പിക്കുക, അവന് പുറത്തു കൊടുക്കുക. ഇതാണ് നേരിയ വിചാരണ എന്ന് പറയുന്നത്. ഇനി ആ തെക്കുവ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തത് ഇംതിസാലു അവാമിരില്ലാഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെടുക. വജിത്തിനാബി നവാഇഹി, അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക, അതിനൊഴിവാക്കുകയും ചെയ്യുക. മൂന്നാമത്തത് അസ്വലാത്തു മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം എന്ന് പറയുന്നത് സ്വലാത്ത് എന്താണ്? റഹ്മത്തു അൽ മക്റൂനത്തു ബിത്തഅലീം, അള്ളാഹുവിൻ്റെ ആദരവിനോട് അന്വരിച്ചു വരുന്ന, ചേർന്ന് വരുന്ന കാരുണ്യമാണ് സ്വലാത്ത് മിനല്ലാ, അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത്. 4 അൽ മുഅ്ജിസത്തു, മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്രുൻ ഖാരിക്കുല്ലിൽ ആദത്തി, പതിവിന് വിപരീതമായി നടക്കുന്ന കാര്യങ്ങളാണ്. യൽഹറു അലാ യദി മുദ്ദഇ നുബുവ, നുബുവത്തിനെ വാദിക്കുന്ന ആളുടെ ഭാഗത്ത് നിന്ന് പതിവിനിക്ക് വിപരീതമായി പ്രകടമാകുന്ന കാര്യങ്ങളാണ് മുഅ്ജിസത്ത്. 5 അൽ കിസാസു ബൈനൽ ഖലായിക്ക്, സൃഷ്ടികൾക്കിടയിൽ എങ്ങനെയാണ് വിചാരണ, കിസാസ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഐ യഖുദല്ലാഹലിൽ മദ്ലൂമീന മിൻ ദുൽമിഹിം, ആക്രമിക്കപ്പെട്ടവർക്ക്, ആക്രമിച്ച ആളുകളിൽ നിന്ന് അള്ളാഹു താല പിടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ അള്ളാഹു സൗകര്യം ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ആദാബുൽ അക്ലു വശുറുബ്, കഴിക്കുമ്പോഴുള്ള മര്യാദകളും അതുപോലെ തന്നെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനിക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളും തമ്മിൽ ബ്രാക്കറ്റിൽ നിന്ന് വേർപിരിച്ച് എഴുതാനാണ്. അതിൽ അൽ ജുലൂസു, ഇരുന്ന് കഴിക്കുക എന്നുള്ളതും അഖുദുൽ ലുക്കുമത്തിലെത്തി തസാഖത്ത്, വീണുപോയ വറ്റിനെ എടുക്കുക എന്നുള്ളതും അല്ലാ യുസ്രിഫ, പാഴാക്കാതിരിക്കുക എന്നുള്ളതും ആദാബുൽ അക്കിലാണ്, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദയാണ്. പിന്നെ തഷ്മീത്തുൽ ആത്തിഷ്, തുമ്മിയവനിക്ക് സ്തുതി അറിയിക്കുക, ഇർഹമുക്കുമുള്ള, അൽഹംദുലില്ലാ പറഞ്ഞവനിക്ക് ഇർഹമുക്കുമുള്ള പറയുക. അതുപോലെ തന്നെ അസ്സലാം, സലാം പറയുക, കാണുന്നവരോട് സലാം പറയുക. അതേ പ്രകാരം തന്നെ യാദത്തുൽ മരീൽ, രോഗസന്ദർശനം നടത്തുക. ഇതൊരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനിക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയിൽപ്പെട്ടതാണ്. 6ാമത്തത് വരുന്നത് നുക്കമിലു പൂർത്തിയാക്കാനാണ്. വ ബദഅ ഖൽഖൽ ഇൻസാൻ മിൻ തീൻ, കളിമണ്ണിൽ നിന്ന് അള്ളാഹു താല മനുഷ്യൻ്റെ നിർമ്മാണം, സൃഷ്ടിപ്പ് ആരംഭിച്ചു. 2 അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ ദീൻ പൂർത്തിയായി എന്നർത്ഥം വരുന്ന ആ ഭാഗം. 7ാമത്തത് നുതർജിമു, അറബി മലയാളത്തിൽ അതിൻ്റെ അർത്ഥം എഴുതാനാണ്, പരിഭാഷപ്പെടുത്താനാണ്. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തഖ്വ ചെയ്യുക. 2 അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരവുള്ളവർ നിങ്ങളിൽ കൂടുതൽ തഖ്വ ഉള്ളവരാകുന്നു. 3ാമത്തത് മിൻ സആദത്തി ഇബ്നി ആദം റിളാഹു ബിമാ ഖദല്ലാഹു ലഹു,
മനുഷ്യൻ്റെ വിജയത്തിൽപ്പെട്ടതാണ് അള്ളാഹു അവന് വിധിച്ചതുകൊണ്ട് തൃപ്തിപ്പെടൽ. നാലാമത്തത് വയംബഇ അൻ യകൂന അത്ഇമതുന വ അശ്രിബതുന മിൻ ഹലാൽ. നമ്മുടെ ആഹാരങ്ങളും പാനീയങ്ങളും ഹലാലിൽ നിന്നായിരിക്കൽ അത്യാവശ്യമാണ്. ഈ രൂപത്തിലാണ് അതിൻ്റെ അർത്ഥങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഈ വായിച്ചു കഴിഞ്ഞതിലൂടെ നമുക്ക് ഏറെക്കുറെ മനസ്സിലായി ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. വായിച്ചതിലൂടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും, പാഠഭാഗങ്ങളുമായി നല്ല രൂപത്തിൽ നമുക്ക് ബന്ധം ഉണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് അറബിയിൽ ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ.